നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കയെ ചുഴറ്റിയെറിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന വാർത്തകൾ വളരെ ഭീകരമായിട്ടുള്ള വാർത്തകളാണ്. അതിഭീകരമായ പ്രകൃതി ദുരന്തത്തെ തുടർന്നുള്ള തീവ്ര മഴയിലും വെള്ളപ്പൊക്കത്തിലും ശ്രീലങ്കയിൽ മരണം 100 കടന്നിരിക്കുന്നു. 2 ലക്ഷത്തോളം പേർ ദുരിതത്തിലാണ്. നിലവിൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുകയാണ്. തലസ്ഥാനമായ കൊളംബോ പ്രളയ ഭീതിയിലാണ്. ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ചില പ്രദേശങ്ങളിൽ 360 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ആളുകൾ മണ്ണിനടിയിൽപ്പെട്ടതാണ് മരണസംഖ്യ വർദ്ധിക്കാൻ കാരണം. മധ്യപർവ്വത മേഖലകളിലാണ് മരണപ്പെട്ടവരിൽ അധികവും. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുകളിലുമായി 3000-ലധികം വീടുകൾക്ക് പൂർണ്ണമായോ ഭാഗികമായോ കേടുപാടുകൾ സംഭവിച്ചു. റോഡുകളിലും റെയിൽവേ ട്രാക്കുകളിലും മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും കാരണം ഗതാഗതം തടസ്സപ്പെട്ടു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് 18,000-ലധികം ആളുകളെ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. സ്ഥിതി രൂക്ഷമായതോടെ ശ്രീലങ്കൻ സർക്കാർ ആശുപത്രികൾ, വൈദ്യുതി, ഇന്ധന വിതരണം തുടങ്ങിയ പ്രധാന മേഖലകളെ അവശ്യ സേവനങ്ങളുമായി പ്രഖ്യാപിക്കുകയും രാജ്യത്ത് ഒരാഴ്ചത്തേക്ക് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രളയത്തിലായ ശ്രീലങ്കയ്ക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ ദുരിതാശ്വാസ ദൗത്യം ആരംഭിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത്, ഫ്രണ്ട്ലൈൻ യുദ്ധക്കപ്പലായ INS ഉദയഗിരി എന്നീ കപ്പലുകൾ വെള്ളിയാഴ്ച കൊളംബോയിലെത്തി ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യവസ്തുക്കളും കൈമാറി. 12 ടൺ മാനുഷിക സഹായവുമായി C-130J വിമാനം കൊളംബോയിൽ ഇറങ്ങിയതായും വിദേശകാര്യമന്ത്രി S ജയശങ്കർ ശനിയാഴ്ച അറിയിച്ചു. കെലാനി, അട്ടനഗലു നദികളിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നും വെള്ളിയാഴ്ച രാത്രി മുതൽ പശ്ചിമ പ്രവിശ്യയിൽ അത്ഭുതപൂർവമായ ദുരന്ത സാഹചര്യം ഉണ്ടാകുമെന്നും ശ്രീലങ്കൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്കും അതിവേഗം അടുക്കുന്ന ഡിറ്റ്വ ചുഴലിക്കാറ്റ് നിലവിൽ കാരക്കലിൽ നിന്ന് 220 കിലോമീറ്റർ മാത്രം അകലെയാണ്. നവംബർ 30-ന് പുലർച്ചെ തീരം തൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ വൻ നാശനഷ്ടം വിതച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ശ്രീലങ്കൻ മരണസംഖ്യ 123 ഉയർന്നു. 130 പേരെ കാണാതായിട്ടുണ്ടെന്നും ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഡിറ്റ്വ ചുഴലിക്കാറ്റ് തീവ്രമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തമിഴ്നാട്ടിൽ അതീവ ജാഗ്രതയിലാണ്. NDRF സംഘങ്ങളെ വിന്യസിക്കുകയും ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സജ്ജമാക്കുകയും വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. കനത്ത മഴയും ചുഴലിക്കാറ്റും മൂലം ശ്രീലങ്കയിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായി. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ശ്രീലങ്കൻ മരണസംഖ്യ 123 ഉയർന്നു. 130 പേരെ കാണാതായിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചുഴലിക്കാറ്റ് 3,73,000-ലധികം ആളുകളെയാണ് ബാധിച്ചത്. ദുരന്ത നിവാരണ കേന്ദ്രം നൽകുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 43,000-ലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത മഴയും ശക്തമായ കാറ്റും ശ്രീലങ്കയുടെ പല ഭാഗങ്ങളിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കാണാതായവർക്കുള്ള തെരച്ചിൽ ദുരന്ത നിവാരണ ഏജൻസികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റാലെ, പൊലന്നറുവ, കരുണഗല, യുവ പ്രവിശ്യകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മൊറഗഹകന്ത മെയിൻ ബ്രിഡ്ജ്, ഏലഹരി ബ്രിഡ്ജ്, കുമാര എല്ലാ ബ്രിഡ്ജ് എന്നീ 3 പ്രധാന പാലങ്ങൾ ഒലിച്ചുപോയി. ഗതാഗത ബന്ധം തകർന്ന് നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. കൊളംബോയ്ക്ക് സമീപ പ്രദേശങ്ങൾക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തിക്കൊണ്ട് കെലാനി നദി ചരിത്രപരമായി ഉയർന്ന വെള്ളപ്പൊക്ക നിലയിലേക്ക് അടുക്കുകയാണെന്നും ജലസേചന വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ദുർബല പ്രദേശങ്ങളിലെ താമസക്കാർ അവശ്യവസ്തുക്കൾ, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, വാഹനരേഖകൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ സുരക്ഷിതമാക്കിയ ശേഷം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ശക്തമായ കാറ്റും മഴയും കാരണം ഏകദേശം 25 മുതൽ 30% പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ചുഴലിക്കാറ്റ് നാശം വിതച്ച അയൽ രാജ്യത്തിന് പിന്തുണ നൽകാൻ ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ ദുരിതാശ്വാസ ദൗത്യം ആരംഭിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത്, INS ഉദയഗിരി എന്നിവ വഴിയാണ് ആദ്യ ബാച്ച് ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പുകളുടെ ഭാഗമായി വിവിധ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ്
ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ തീരദേശത്തേക്ക് മടങ്ങണം. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം, തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങൾ എന്നിവിടങ്ങളിലും മത്സ്യബന്ധനം ഡിസംബർ 1 വരെ ഒഴിവാക്കേണ്ടതാണ്. തെക്കൻ ആന്ധ്രാപ്രദേശ്, ശ്രീലങ്കൻ തീരങ്ങൾ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും ഡിസംബർ 1 വരെയും, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ്, മാലിദ്വീപ്, കേരള തീരം എന്നിവിടങ്ങളിൽ നവംബർ 30 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് ഇന്ന് കേരള ലക്ഷദ്വീപ് പ്രദേശം, തെക്ക് കിഴക്കൻ അറബിക്കടലിനോട് ചേർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. നാളെ തെക്കൻ കേരള ലക്ഷദ്വീപ് പ്രദേശം, തെക്ക് കിഴക്കൻ അറബിക്കടലിനോട് ചേർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാട് ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയതോടെ ചെന്നൈ അടക്കമുള്ള വടക്കൻ ജില്ലകളിലും ഇന്ന് വൈകിട്ട് കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ചുഴലി ചെന്നൈക്കും പുതുച്ചേരിക്കും ഇടയിലോ തെക്കൻ ആന്ധ്രയിലോ കരതൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാമ്പൻ പാലം വഴിയുള്ള ട്രെയിൻ ഗതാഗതം നിരോധിച്ചു. ദ്വിത്ത ചുഴലിക്കാറ്റ് ശക്തിപ്പെടുന്നതോടെ ചെന്നൈ നഗരത്തെ കാത്തിരിക്കുന്നത് കനത്ത മഴയാണ്. ഇന്ന് രാത്രിയോടെ മഴ തീവ്രമാകുമെന്നാണ് പ്രതീക്ഷ. നാളെ മഴ തുടരും. ചുഴലിക്കാറ്റ് ചെന്നൈക്ക് സമീപം കര തൊട്ടാൽ നഗരത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. 2023 മിഷോങ് ചുഴലിക്കാറ്റ് നഗരത്തെ കാര്യമായി ബാധിച്ചിരുന്നു. നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ മുങ്ങിപ്പോയി. അതേസമയം കഴിഞ്ഞ വർഷത്തെ ചുഴലിക്കാറ്റ് നഗരത്തെ ബാധിച്ചില്ല. ചെന്നൈക്ക് 490 കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റിന്റെ ഇന്നലെ രാത്രിയിലെ സ്ഥാനം. മണിക്കൂറിൽ 7 കിലോമീറ്റർ വേഗത്തിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത്. മഴയെ നേരിടുന്നതിനുള്ള ഒരുക്കങ്ങൾ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ വിലയിരുത്തി. പ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലകളിൽ NDRF സംഘത്തെയും സജ്ജമാക്കിയിട്ടുണ്ട്. കൃത്യമായ ഏതൊക്കെ മേഖലകളിലാണ് മുന്നറിയിപ്പ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തയ്യാറാക്കിയിട്ടുണ്ട്.